കോഴിക്കോടിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട മലപ്പുറം മഞ്ചേരി സ്വദേശി അലൻ അഷ്റഫിനായുള്ള തെരച്ചിൽ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നരിപ്പറ്റ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടി എന്നുള്ള സംശയമുണ്ട്. കമ്മായി തരിപ്പാ തോടുകളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, എല്ലാ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. മലവെള്ളപ്പാച്ചിലിൻ്റെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിൻ്റെയും ഉരുള് പൊട്ടിയതുമായൊക്കെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ ജില്ലയിൽ എവിടങ്ങളിലൊക്കെയാണ് സ്ഥിതി വഷളാകുന്നത്, അല്ലെങ്കിൽ വലിയ ഭീതിതമായിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? അക്ഷയ, കോഴിക്കോട് ജില്ലയിൽ കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ തന്നെ തുടരുന്ന അവസ്ഥയാണ്. ഇന്ന് വൈകിട്ടായിട്ടും മഴക്കങ്ങനെ വലിയ ചോർച്ചയൊന്നും ഇതുവരെ തോരുന്ന ഒരവസ്ഥയിലേക്കൊന്നും ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ മഴ അതിശക്തമായി തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമില്ല. ഇപ്പോൾ മുക്കം ഇരുവഴിഞ്ഞി പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്ന വിവരമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. മലവെള്ളപ്പാച്ചിലുണ്ടായതിനപ്പുറം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ കഴിഞ്ഞ 2 ദിവസം മുൻപ് മലപ്പുറം മഞ്ചേരി കച്ചേരിപ്പടി സ്വദേശിയായിട്ടുള്ള ഒരു 16 വയസ്സുകാരൻ കാണാതായിരുന്നു. അവന് വേണ്ടിയുള്ള തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും ആ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. എന്നാൽ ഈ മലവെള്ളപ്പാച്ചിൽ വന്നതോടുകൂടി അതിപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. തിരച്ചിലിന് ഇറങ്ങാൻ ആർക്കും കഴിയുന്നില്ല. TDRF വളണ്ടിയർമാരൊക്കെയാണ് അവിടെ ഇറങ്ങി തിരച്ചിൽ നടത്തിയിരുന്നത്. മലവെള്ളപ്പാച്ചിൽ വന്നതോടുകൂടി പുഴയിൽ ശക്തമായ ഒഴുക്ക് കൂടിയതോടുകൂടി ആ വളണ്ടിയർമാരെല്ലാം ഇപ്പോൾ തിരച്ചിൽ നിർത്തി തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വെള്ളം ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ, വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ മാത്രമേ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കാര്യം. അതേപോലെ തന്നെ കോഴിക്കോട് നരിപ്പറ്റയിലേക്ക് വരുമ്പോൾ അവിടെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായിട്ട് സംശയം പറയുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാർ അങ്ങനെ സംശയം പറയുന്നുണ്ട്. പല തോടുകളിലുമൊക്കെ വലിയ രീതിയിൽ, തോടിലും പുഴയിലുമൊക്കെ ചെളി നിറഞ്ഞ വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥയാണുള്ളത്. കമ്മായി തരിപ്പ തോടുകളിലാണ് ഈ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായിട്ട് പറയുന്നത്. പക്ഷേ അങ്ങനെ വെള്ളം കുത്തിയൊഴുകി പുറത്തേക്കൊഴുകി മറ്റു വീടുകളിലേക്കോ ഒന്നും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വലിയ അപകടകരമായ ഭീതിതമായ അവസ്ഥയിലേക്ക് സൂചിപ്പിച്ച ഇടവിട്ട് ആണ് മഴ പെയ്യുന്നത്, തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്ന് പറയുന്നത് നഗരത്തിൽ മാത്രമാണോ? ജില്ലയുടെ മലയോര പ്രദേശത്തും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ എങ്ങനെയാണ് സ്ഥിതിവിശേഷം? മേഖലയിൽ തന്നെ കാര്യമായ മഴ പെയ്യുന്നുണ്ട്. അത് ഇടവിട്ടാണെങ്കിലും മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നു. അതായത് ശക്തി കുറഞ്ഞ മഴയാണ് പെയ്യുന്നതെങ്കിൽ പോലും ചില മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുന്നു, വീണ്ടും തോരുന്നു, വീണ്ടും അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു. ഇതാണ് ജില്ലയിലെ സാഹചര്യം. നഗരത്തിൽ മാത്രമല്ല, നഗരത്തിലും മലയോര മേഖലയിലും സമാന സ്ഥിതി. അതായത് പെയ്യുന്ന മഴയുടെ അളവിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ ഇംതിയാസ് സൂചിപ്പിക്കുന്നത്. അത്രയും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ പെരുമഴ പെയ്ത്ത് തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇത് കോഴിക്കോട്ട് എന്നുള്ളതാണ്.